എം വി ഗോവിന്ദൻ വാസ്തവത്തിൽ ഇന്ന് ഒരർത്ഥസത്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആർ എസ് എസും സി പി എമ്മും തമ്മിൽ തുടങ്ങിയിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കേവലം 77-ലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധമൊന്നുമല്ല. അത് 67-ൽ സംയുക്ത വിധായക് ദൾ എന്ന പേരിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും ആർ എസ് എസും ജനസംഘവും സഖ്യത്തിലാണ് ഉണ്ടായിരുന്നത്. ബീഹാറിൽ ഒരുമിച്ചൊരു മന്ത്രിസഭയുണ്ടാക്കി. അതിൽ കർപ്പൂരി താക്കൂർ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും ജനസംഘവും ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നു. ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഡിസൈൻ നോട്ട് എഴുതാൻ പറ്റില്ല, ഒരുമിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അങ്ങനെ ക്യാബിനറ്റിൻ്റെ ഭാഗമായിട്ട് നിന്നവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും ജനസംഘവും. അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ ബംഗാളിൽ അജോയ് മുഖർജി എന്ന് പറയുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ഉണ്ടാക്കുമ്പോൾ അവിടെ ജനസംഘത്തിൻ്റെ ഏക MLA പിന്തുണയുണ്ട്. അപ്പോൾ രാജ്യത്തെ എമ്പാടും 67-ൽ തന്നെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് RSSുമായി സഖ്യം ചേരാൻ CPM തയ്യാറായിട്ടുണ്ട്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് 77-ൽ തുടങ്ങിയ പുതിയ എന്തോ സംഭവമാണെന്ന രീതിയിലാണ് ഗോവിന്ദൻ മാഷ് ഇതിനെ അവതരിപ്പിച്ചിട്ടത്. മറ്റൊന്ന് 89-ൽ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും സുർജിത്തും ബർദാനും ജ്യോതി ബസുവും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് VP സിംഗ് സർക്കാരിനെ ഉണ്ടാക്കിയില്ലേ, സഖ്യം ഉണ്ടാക്കിയില്ലേ. അപ്പോൾ 67-ൽ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, 77-ൽ ഉണ്ടാക്കിയിട്ടുണ്ട്, 89-ൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2008-ൽ ഒന്നാം UPA സർക്കാർ പുറത്തു പോകാൻ ഇടയായിട്ടുള്ള ഒന്നാം UPA സർക്കാരിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ വേണ്ടി ഇവർ ഒരുമിച്ച് നിന്നിട്ടില്ലേ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പല ദശാസന്ധികളിലും CPM RSSുമായി ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. എന്തായാലും MV ഗോവിന്ദൻ സ്വരാജിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത്. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതുപോലെയുള്ള പ്രസ്താവന നടന്നത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ RSS ബന്ധത്തെക്കുറിച്ച് 2 പത്രത്തിൽ പരസ്യം കൊടുത്ത CPM ഇന്ന് അതിൻ്റെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ RSSുമായി CPMന് ഉണ്ട് എന്ന് പരസ്യമായി സമ്മതിച്ച കാര്യം എന്തായാലും സ്വാഗതാർഹമാണ്. MV ഗോവിന്ദൻ തുറന്നു വിട്ടിട്ടുള്ളത് ഒരു പണ്ടോരാസ് ബോക്സാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. എന്തായാലും RSSൻ്റെ CPM RSS ബാന്ധവം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ച് നിലമ്പൂരിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു അഡ്മിഷൻ കൂടിയാണ് MV ഗോവിന്ദൻ്റെ പ്രസ്താവന എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, തീർച്ചയായിട്ടും നിലമ്പൂരിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് പുറത്തു വന്നിട്ടുള്ളത്. RSSുമായി സഖ്യം ചേരാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഡ്മിഷനാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതനിരപേക്ഷ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. നിലമ്പൂരിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും.